ജന്തർ മന്ദറിലെ സമരഭൂമിയിൽ രാജ്യത്തെ യുവത്വത്തെ മുഴുവൻ രാപ്പകലെന്നില്ലാതെ മുൾമുനിയിൽ നിർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ വാതുറന്നു. അത് വെറും മുതലക്കണ്ണീരായിരുന്നു. വ്യാഴാഴ്ച രാത്രി 11:52 വീഡിയോയുമായി മോദി രംഗത്തെത്തിയത്. അർദ്ധരാത്രിയിലും ചോദ്യങ്ങൾക്ക് ഉറക്കമില്ലെന്ന് ഈ നാട് ബോധ്യപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഒരു തുറന്ന വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രി വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാൻ തയ്യാറാകാതെ ഒളിച്ചോടുകയാണിപ്പോഴും. എന്നാൽ ഇന്ന് ജനങ്ങളുടെ പ്രതിഷേധവും വിദ്യാർത്ഥികളുടെ ശബ്ദവും ശക്തമായതോടെ അർദ്ധരാത്രിയിൽ വിശദീകരണം നൽകേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. ഇതാരുടെയെങ്കിലും വ്യക്തിപരമായ വിജയമല്ല, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങളെ അവഗണിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ്. രാജ്യത്ത് എന്തുകൊണ്ടാണ് പ്രധാന പ്രഖ്യാപനങ്ങളും നിയന്ത്രണങ്ങളും പലപ്പോഴും അർദ്ധരാത്രിയിൽ വരുന്നത്? ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ അർദ്ധരാത്രിയിൽ, ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും അർദ്ധരാത്രിയിൽ, ഇനി വിശദീകരണവും അർദ്ധരാത്രിയിൽ. ഇനി ജനങ്ങൾ മിണ്ടാതിരിക്കില്ല, ചോദ്യങ്ങൾ തുടരും, മറുപടികൾ ആവശ്യപ്പെടും. കാരണം ജനാധിപത്യത്തിന്റെ ശക്തി അധികാരത്തിലല്ല, ജനങ്ങളുടെ ശബ്ദത്തിലാണ്. ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ അതിവേഗ കോടതികളും കടുത്ത ശിക്ഷയും ഉറപ്പാക്കുമെന്ന കരട് നിയമം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നാണ് മോദിയുടെ വീഡിയോ സന്ദേശം. എന്നാൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് ഒരക്ഷരം മോദി പ്രതികരിച്ചിട്ടില്ല. ഈ വേളയിൽ സാക്ഷാൽ നരേന്ദ്രമോദി പുറത്ത് മൻ കി ബാത്ത് നടത്താതെ പാർലമെന്റിൽ മറുപടി പറയൂവെന്ന മല്ലികാർജുൻ ഖാർഗെയുടെ വാക്കുകൾ തന്നെയാണ് ഈ നാടിന് പറയാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്ന വിഷയം മോദി ലഘൂകരിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യരുതെന്നും എക്സ് പോസ്റ്റിൽ മോദിക്ക് രാഹുലിന്റെ മറുപടി. സോനം വാങ്ചുക്ക് നിരാഹാരത്തിലാവുന്നതോടെയാണ് വിദ്യാർത്ഥി സമരം രാജ്യത്തും പുറത്തും വൻതോതിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന വേളയിൽ നാം വീണ്ടും ആവർത്തിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേവലം വ്യക്തികളുടെ പ്രശ്നമല്ല. 10 വർഷങ്ങൾക്കിടയിൽ 152 ചോദ്യപേപ്പർ ചോർന്ന രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഇതുകൊണ്ട് മാത്രം ജീവനൊടുക്കിയ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, ഇന്നും മാനസിക തകർച്ചയിൽ നിന്ന് മോചനം ലഭിക്കാത്തവർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ നാട്. ഈ ഫാഷിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാതെ ഈ സമരപ്പന്തൽ അഴിക്കില്ലെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്.